നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ല പനിച്ചു വിറക്കുന്നു. ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം. ചന്ദ്രഗിരി പുഴയുടെ കടവുകളിൽ മണലെടുക്കുന്നതിന് 3 വർഷത്തേക്ക് വിലക്ക്. തീരുമാനം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗത തടസ്സം. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കും. കന്നഡ വോട്ടർ പട്ടികയിൽ അപാകതയെന്ന് ആക്ഷേപം. BJP പ്രവർത്തകർ കലക്ടറെ ഉപരോധിച്ചു. ബദിയെടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ മാലിന്യ കൂമ്പാരം. പൊറുതിമുട്ടി ജനം. മഞ്ചേശ്വരത്ത് സ്റ്റേഷനറി കടയിൽ പട്ടാപ്പകൽ കവർച്ച. 35,000 രൂപ നഷ്ടപ്പെട്ടു. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി ആക്ഷേപം. KGMOA പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ പനി പടരുന്നു. പനി വ്യാപകമായ സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ജില്ലയിൽ 68 പേരിൽ ഡെങ്കിപ്പനിയും 70 പേർക്ക് മലമ്പനിയും സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് റിപ്പോർട്ടുണ്ട്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ നടന്ന പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച യോഗത്തിലാണ് ഇക്കാര്യം അവതരിപ്പിച്ചത്. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E മോഹനൻ കഴിഞ്ഞ 3 വർഷത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിൽ ഈ വർഷം 39,359 പേർക്ക് പനി പിടിപെട്ടു. ഇവരിൽ 68 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 217 പേരിൽ ഡെങ്കിപ്പനിയുള്ളതായി സംശയിക്കുന്നു. ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഡെങ്കിപ്പനി തീരദേശങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ബെള്ളൂർ, കാറടുക്ക, കുറ്റിക്കോല്, കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് കൂടുതൽ ഡെങ്കിപ്പനി രോഗികൾ ഉള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഒരാളിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊതുകിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ശുചീകരണ യജ്ഞം നടത്തുന്നതിനും ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ, കുടുംബശ്രീ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, റെസിഡന്റ് അസോസിയേഷൻ പ്രവർത്തകർ, മഹിളാ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവരുടെ കൂട്ടായ്മയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും പകർച്ചവ്യാധി തടയാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MCV മൽരാജ്, RCH ഓഫീസർ ഡോക്ടർ മുരളീധര നല്ലൂരായ, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ RP പത്മകുമാർ, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ചെമ്പരിക്ക, ജില്ലാ വനിതാക്ഷേമ ഓഫീസർ M ലളിത, ജില്ലാ മലേറിയ ഓഫീസർ P സുരേഷൻ, മാസ് മീഡിയ ഓഫീസർ M ചന്ദ്രൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചന്ദ്രഗിരി പുഴയുടെ കടവുകളിൽ മണലെടുക്കുന്നതിന് 3 വർഷത്തേക്ക് വിലക്ക്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ചന്ദ്രഗിരി പുഴയുടെ കടവുകളിൽ നിന്ന് മണലെടുക്കുന്നതിന് 3 വർഷത്തേക്കാണ് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്തെ പുഴകളിലെ മണലെടുപ്പിനെ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത ഉത്തരവിറക്കിയത്. ചന്ദ്രഗിരി പുഴയുടെ ജൈവ ഭൗതിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് ഇത് ആവശ്യമാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന അനധികൃത മണലെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. തിരുവനന്തപുരം ഭാരത് സേവക് സമാജം റിവർ മാനേജ്മെന്റ് സെല്ലിന്റെ സാങ്കേതിക സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പരിശോധിച്ച് സൂക്ഷ്മമായി വിലയിരുത്തിയതിനു ശേഷമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് വേനൽക്കാലങ്ങളിൽ ചന്ദ്രഗിരി പുഴയിൽ വാരിയെടുക്കാവുന്ന മണൽ ഒട്ടും ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചന്ദ്രഗിരി പുഴ ഒഴുകുന്ന മുളിയാറ്, ചെങ്കള, ബേഡെടുക്ക, ചെമ്മനാട് പഞ്ചായത്തുകളിലെ തീരങ്ങളിലും വാരിയെടുക്കാൻ ആവശ്യമായ മണലില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള നദീതീര സംരക്ഷണവും മണൽ വാരൽ നിയന്ത്രണവും നിയമം 2001 സെക്ഷൻ 12, സെക്ഷൻ 29 വകുപ്പുകൾ പ്രകാരമാണ് നടപടി. ചന്ദ്രഗിരി പുഴയിൽ നിന്നും മണൽ വാരുന്നത് പുഴയുടെ തീരസംരക്ഷണത്തിനും പാരിസ്ഥിതിക്കും കോട്ടമുണ്ടാക്കുന്നതിനാലാണ് മണൽ വാരുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. കബനി, വാമനപുരം, നെയ്യാർ, ഇത്തിക്കര, പെരിയാർ, പമ്പ, കല്ലട, ചാലിയാർ, കടലുണ്ടി, കുറ്റ്യാടി എന്നീ നദികളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗത തടസ്സം. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മഞ്ചേശ്വരം ഹൊസങ്കടി വാണിജ്യനികുതി ചെക്ക് പോസ്റ്റിന് സമീപം ദേശീയപാതയിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും സർക്കാർ നിർദ്ദേശിച്ച 4 ഏക്കർ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുക, ചെക്ക് പോസ്റ്റിൽ കമ്പ്യൂട്ടറൈസ്ഡ് സ്ക്രീനിംഗ് സംവിധാനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പൗരസമിതി പ്രവർത്തകർ ഈ മാസ അന്ത്യത്തിൽ ഉപ്പളയിൽ ദേശീയപാത ഉപരോധിക്കുന്നത്. നിരവധി അപകട മരണങ്ങൾ നടന്നിട്ടും സിഗ്നൽ വെളിച്ചം പോലുമില്ലാതെ വഴിയരികിൽ നിർത്തിയിരുന്ന ടാങ്കർ ലോറിക്കിടയിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നത് പതിവാണ്.
കോടികളുടെ വരുമാനമുള്ള ചെക്ക് പോസ്റ്റൽ അധികൃതരുടെ ഒത്താശയിൽ വൻ അഴിമതിയാണ് നടക്കുന്നത്. ഇതിന് പിന്നാലെ എക്സൈസ്, പോലീസ്, എയ്ഡ് പോസ്റ്റുകളുടെ പോലീസുകാരും ദേശീയപാതയിൽ വെച്ച് തന്നെ പരിശോധന തുടരുന്നു. അത്യാഹിതം സംഭവിച്ച് മംഗലാപുരം ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളും എയർപോർട്ടിൽ പോകുന്ന പ്രവാസികളും ദുസ്സഹമായ യാത്രാ ദുരിതത്തിന്റെ ഇരകളാണ്. മണൽ, സ്പിരിറ്റ് കള്ളക്കടത്തും ചെക്ക് പോസ്റ്റിനെ ദുരിതക്കയത്തിലാക്കുകയാണ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഇത് തടയാനാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗത തടസ്സം മാറ്റി നിർദ്ദിഷ്ട സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഉത്തരവ് സർക്കാർ പാലിക്കുന്നതുവരെ പൗരസമിതി പ്രക്ഷോഭത്തിലുണ്ടാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം ഹൊസങ്കടി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം ദേശീയപാതയിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്ത ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും സർക്കാർ നിർദ്ദേശിച്ച 4 ഏക്കർ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മംഗൽപാടി പൗരസമിതി പ്രവർത്തകർ ഈ മാസം അവസാനം കുപ്പളയിലെ ദേശീയപാത ഉപരോധിക്കുകയാണ്. നിരവധി തവണ നിവേദക സംഘത്തിലൂടെയും പ്രതിഷേധ പരിപാടികളിലൂടെയും നിരവധി തവണ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും തൃപ്തികരമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവഗണനയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗതാഗത തടസ്സം മാറ്റി സ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും വാർത്താ സമ്മേളനത്തിൽ പൗരസമിതി ഭാരവാഹികളായ KF ഇക്ബാൽ, മഹമ്മൂദ് കൈക്കമ്പ, മുഹമ്മദ് സീഗൻഡടി, അമീദ് കോസ്മോസ്, കൊട്ടാരം അബുബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. കന്നഡ വോട്ടർ പട്ടികയിൽ അപാകതയുണ്ടെന്ന് ആക്ഷേപം. BJP പ്രവർത്തകർ കലക്ടറെ ഉപരോധിച്ചു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു ഉപരോധ സമരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധപ്പെടുത്തിയ കന്നഡ വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ ജില്ലാ കളക്ടറെ ചേംബർ ഉപരോധിച്ചത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു BJP പ്രവർത്തകരുടെ ഉപരോധം. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ഭാഷാ ന്യൂനപക്ഷമായിട്ടുള്ള കന്നഡ ഭാഷയിൽ കാസർഗോഡ് മഞ്ചേശ്വരം പ്രദേശത്തെ വോട്ടർ പട്ടിക കന്നഡയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ പ്രസിദ്ധീകരിച്ച ചിലയിടങ്ങളിൽ വ്യാപകമായിട്ടുള്ള അപാകതകളുണ്ട്. പലയിടത്തും മലയാളം വോട്ടർ പട്ടികയിലും കന്നഡ വോട്ടർ പട്ടികയിലും സീരിയൽ നമ്പർ അടക്കം തെറ്റുകളുണ്ട്. ഈ അപാകത ബോധപൂർവമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടത്തുന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായിട്ട് സംസാരിക്കുകയും ജില്ലാ കളക്ടർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുകയും ഈ പ്രശ്നങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടർ പട്ടിക അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള കന്നഡ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അതായത് പഞ്ചായത്തിൽ നടപടിയെടുക്കാനും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ മാലിന്യ കൂമ്പാരം. പൊറുതിമുട്ടി ജനം. അധികൃതരുടെ കൺമുന്നിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. വ്യാപാരികൾ അവരുടെ കടകളിലെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതായാണ് ആക്ഷേപം. മറ്റു പല ദിക്കുകളിൽ നിന്നും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസിന്റെ കൺമുന്നിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി യോഗം ചേരുമെന്നാണ് വിവരം. മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ജയറാമും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി ആക്ഷേപം. KGMOA പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര 15-ന് കാസർകോട്ട് നിന്ന് പ്രയാണം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സർക്കാർ ആരോഗ്യമേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. 1962 ജീവനക്കാരുടെ അതേ സ്റ്റാഫ് പാറ്റേൺ ഇന്നും തുടരുകയാണ്. മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി ജീവനക്കാരെ നിയമിക്കാൻ തയ്യാറാകാത്തത് രോഗികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതേ തുടർന്നാണ് KGMOയുടെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. യാത്ര 15-ന് കാസർകോട്ട് നിന്ന് പ്രയാണം ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് KP അരവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രമീള ദേവിയാണ് ജാഥ ലീഡറായിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസഫ് ചാക്കോ, സംസ്ഥാന ട്രഷറർ ഡോക്ടർ രമേശൻ KC, സംസ്ഥാന എഡിറ്റർ ഡോക്ടർ സുരേഷ് ബാബു, ജാഥയുടെ കോർഡിനേറ്റർ ഡോക്ടർ ജിതേഷ്. ഇവരാണ് ജാഥയെ തിരുവനന്തപുരത്തും വരെ ജാഥയിൽ പങ്കാളികളായിട്ടുണ്ടാവുക. 15-ാം തീയതി രാവിലെ 9:30-ക്ക് കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞങ്ങളുടെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ശാസ്ത്രാർത്ഥ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ അരവിന്ദൻ സാറാണ്, KP അരവിന്ദൻ സാറാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ KGMOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രൻ, ഡോക്ടർ രമേശ്, ഡോക്ടർ ഷക്കീൽ അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരത്ത് സ്റ്റേഷനറി കടയിൽ പട്ടാപ്പകൽ കവർച്ച. 35,000 രൂപ നഷ്ടപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം.
മഞ്ചേശ്വരം മുത്യാവരയിലെ തഹാനി സ്റ്റോറിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കവർച്ച നടന്നത്. കടയുടമ അഷ്റഫ് ഷട്ടർ താഴ്ത്തി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ സമയത്തായിരുന്നു കവർച്ച. ഷെൽഫിലുണ്ടായിരുന്ന 35,000 രൂപയാണ് കാണാതായത്. ഷെൽഫിന്റെ താക്കോൽ അപ്പുറത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മഞ്ചേശ്വരം പോലീസ് എത്തി പരിശോധന നടത്തി. ഇതേ കടയിൽ മാസങ്ങൾക്ക് മുമ്പും കവർച്ച നടന്നിരുന്നു. അടുത്ത കാലത്തായി ഈ പ്രദേശങ്ങളിൽ കവർച്ച പെരുകിയിട്ടുണ്ട്. ഉത്യാവര കോഴിക്കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് 2 ലക്ഷം രൂപയും ഇർഷാദ് മസ്ജിദിൽ നിന്ന് മറ്റൊരു കവർച്ചയും നടന്നിരുന്നു. എന്നാൽ കേസിൽ തുമ്പുണ്ടാക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. കാസർകോട്ട് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ പരമ്പരാഗത തൊഴിലാളികളായ മരപ്പണി, സ്വർണ്ണപ്പണി, ഇരുമ്പുപണി, വാർക്കപ്പണി എന്നിവ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് NVVF. തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സംഘടനയ്ക്ക് സാധിക്കുമെന്ന് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ വോർക്കുടലു പറഞ്ഞു. ആ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ടാണ് ജില്ലാ ബാങ്ക് എത്ര വേണമെന്നുണ്ട്. നമുക്കിപ്പോൾ എത്ര ലക്ഷങ്ങൾ വേണം കൊടുക്കാൻ ജില്ലാ ബാങ്ക് ശക്തമാണ്. ഏകദേശം 300 കോടി രൂപ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. ഉൾപ്രദേശത്തിൽപ്പെട്ട ആളുകൾ കാസർഗോഡ് നഗരത്തിൽ വേണമെന്നില്ലല്ലോ. കാർപ്പറേറ്റർ ജോലിക്കും ഇല്ലെങ്കിൽ സ്വർണ്ണപ്പണി ഉണ്ടാക്കാൻ തന്നെ വേണമെന്നില്ല. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പിടിച്ച് നല്ല ബിൽഡിങ്ങും നല്ല ഓഫീസും നല്ല സ്റ്റാഫ്. അത് സെക്രട്ടറി പ്രസിഡന്റാണ് ഭരണസമിതിയാണ് ഗംഭീരമായിട്ട് വേണ്ടത്. കാരണം ഇത് വേണം എന്നല്ല, ഇപ്പോൾ കോർപ്പറേറ്റ് ലാഭം ഉണ്ടാക്കാമല്ലോ. സഹകരണ സംഘം ഇൻസ്പെക്ടർ വിനോദ് കുമാർ, കെ ശ്രീകാന്ത്, PV കുഞ്ഞമ്പു, രവി ചേർപ്പ്, രാജൻ മന്നിപ്പാടി, പത്മാവതി, CM രാഘവൻ നമ്പ്യാർ, രാഘവൻ നെടുവയൽ, സീതാറാം ആചാര്യ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വനിതാ ഭവനിലായിരുന്നു പരിപാടി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ബാലനീതി നിയമ സംവിധാനങ്ങളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘടിപ്പിക്കുന്ന ജില്ലാതല പരിശീലന പരിപാടിയാണ് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചത്. 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടി ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജു ഉദ്ഘാടനം ചെയ്തു. അക്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കേണ്ട കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ദൈവം ക്രമീകരിച്ചിട്ടുള്ള ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ പൊതുസമൂഹം ഈ തിന്മയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ 191 പുരുഷന്മാർക്ക് 100 സ്ത്രീകളെ ഉണ്ടാവുകയുള്ളൂ. സ്ത്രീ പുരുഷ അനുപാതം അങ്ങനെയായി തീരും. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഭ്രൂണഹത്യ, കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന ഭ്രൂണഹത്യ അത്ര വ്യാപകമാണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ അധ്യക്ഷത വഹിച്ചു. CWC ചെയർപേഴ്സൺ മാധുരി, S. ബോസ് ജൂനിയർ, ജസ്റ്റിസ് ബോർഡ് അംഗം മണിയമ്മ, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ P. സുലജ, ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ F. മേഴ്സി, ചൈൽഡ് ലൈൻ നോഡൽ കോർഡിനേറ്റർ നിതീഷ് ജോർജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസർ P. സിജു സ്വാഗതവും AG ഫൈസൽ നന്ദിയും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. താലൂക്ക് ഓഫീസിലായിരുന്നു പരിപാടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നിൽക്കുന്ന MLA വഴി നൽകുന്ന ചികിത്സാ ധനസഹായമാണ് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. അസുഖം ബാധിച്ച് ചികിത്സ നടത്തുന്ന ചേരൂരിലെ NA അഹമ്മദിനും നെല്ലിക്കുന്നിലെ നിഷയുടെ ചികിത്സയ്ക്കുമുള്ള 1 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. നെല്ലിക്കുന്നി MLA തഹസിൽദാർ അംബുജാക്ഷൻ, PJ ആൻഡോ, മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. PB അബ്ദുൾ റസാഖ് MLAക്ക് മണവാട്ടി സ്കൂളിൽ അനുമോദനം ഒരുക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മണവാട്ടി BB സ്കൂളിൽ PB അബ്ദുൾ റസാഖ് MLA അനുമോദിക്കുകയാണ്. സ്കൂളിന് അംഗീകാരം നേടിക്കൊടുക്കാൻ ശ്രമിച്ചതിനാണ് അനുമോദനം. ചടങ്ങിൽ DMK മുഹമ്മദിനെയും അനുമോദിക്കും. സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ അബൂബക്കർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും. പൊയ്യത്തുബയൽ മക്കാം സിയാറത്തും നടക്കും. for the dignitaries of our school who have tried their level best to accord recognition from the government of Kerala on 6/2015 in our school ground. Mainly, we arrange this program to give special thanks to our honorable MLA of this locality, Manjeshwar locality. വാർത്താ സമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ സുന്ദര, അബ്ദുൽ കരീം, PK ഇബ്രാഹിം, അബൂബക്കർ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീലിക്കോട് യൂണിറ്റിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കെട്ടിട ഉദ്ഘാടനത്തോടൊപ്പം പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. നവീകരിച്ച വ്യാപാര ഭവൻ കെട്ടിടം സംഘടനാ സംസ്ഥാന സെക്രട്ടറി TK അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു.
ഈ വ്യാപാര സ്ഥാപനം ഇവിടുത്തെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് ജാതി മത ചിന്തകൾക്കതീതമായി ചിന്തിക്കുന്നവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഹാളിൽ വന്ന് മീറ്റിംഗ് കൂടുവാനും അതുപോലെ തന്നെ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിക്കാൻ ഈ വ്യാപാരവന് കൈമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുകയാണ്. ഓഫീസ് ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യിൽ നിർവഹിച്ചു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് ചീമേനി, KV ബാലകൃഷ്ണൻ, KV ലക്ഷ്മണൻ, N പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. പൂവൽ വൈറ്റ് മൂൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണ വിതരണം 15-ന് 2 മണിക്ക് പൂവൽ UP സ്കൂളിൽ നടക്കും. ക്ലബ്ബ് നടപ്പാക്കുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായ വിതരണം ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് MP നാസർ അറിയിച്ചു. ചുമട്ടുതൊഴിലാളി പെട്ടിക്കടയിൽ മരിച്ച നിലയിൽ ശിരിബാഗലു നിരാളയിലെ ശാമ്പണ്ണ ചെട്ടിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. പുളിക്കൂൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് സമീപത്തെ പെട്ടിക്കടയിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അനധികൃത മണൽക്കടത്ത് യുവാവ് അറസ്റ്റിൽ. മഞ്ചേശ്വരത്തു നിന്നും കാസർകോട്ടേക്ക് മണൽ കടത്തുകയായിരുന്ന ലോറിയുടെ ഡ്രൈവർ ശ്രീജിത്താണ് അറസ്റ്റിലായത്. ബായാർ മുജമ്മർ സ്വാലത്ത് മജ്ലിസ് വെള്ളിയാഴ്ച നടക്കും. രാത്രി 7 മണിക്ക് സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ നേതൃത്വം നൽകും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള PAEGP ബോധവൽക്കരണ സെമിനാർ വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് കാസർകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. ബില്ലവ സേവാ സംഘത്തിന്റെയും മഹിളാ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള സൗജന്യ പുസ്തക വിതരണം ശനിയാഴ്ച നടക്കും. 3 മണിക്ക് കറന്തക്കാട് നാരായണ ഗുരു മന്ദിരത്തിലാണ് പരിപാടി. പഠന മികവിലൂടെയും വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുന്ന സർക്കാർ വിദ്യാലയമാണ് ചെറുവത്തൂരിലെ കൊടക്കാട് ഗവൺമെന്റ് UP സ്കൂൾ. സ്കൂളിന്റെ വിശേഷം അറിയുക. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെറുവത്തൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം തരത്തിൽ പ്രവേശനം നേടുന്ന വിദ്യാലയമാണ് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ. 486 കുട്ടികളാണ് ഇത്തവണ വിദ്യാലയത്തിലുള്ളത്. ഓരോ അധ്യയന വർഷവും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്ന ഈ വിദ്യാലയത്തിൽ ഈ വർഷം 1-ാം തരത്തിൽ 58 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. മറ്റ് ക്ലാസുകളിലെ എണ്ണം കൂടിയായപ്പോൾ 98 കുട്ടികളാണ് പുതുതായി എത്തിയത്. 1-ാം ക്ലാസ്സിൽ 58, 2-ൽ 70, 3-ൽ 64, 4-ൽ 65 എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം. ഇതുപ്രകാരം 4 പുതിയ അധ്യാപക തസ്തികകൾ നിലവിൽ ഇവിടെ അത്യാവശ്യമാണ്. 6-ാം പ്രവൃത്തി ദിവസത്തെ കണക്കുകളെ അടിസ്ഥാനമാക്കി 3 അധ്യാപകരെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവിടേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് തസ്തിക നഷ്ടമായ അധ്യാപകരെയാണ് ഇവിടേക്ക് നിയമിച്ചിട്ടുള്ളത്. കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ 5-6 വർഷക്കാലമായി കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ്. എല്ലാ സ്കൂളുകളിലും സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ വർഷം 1-ാം ക്ലാസ്സിൽ 58 കുട്ടികൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ മറ്റെല്ലാ ഡിവിഷനുകളിലും കൂടി 100ഓളം കുട്ടികൾ പുതുതായി ഈ സ്കൂളിൽ വന്നു ചേർന്നിട്ടുണ്ട്. സർക്കാർ അധിക ഡിവിഷൻ അനുവദിക്കാത്തതിനാൽ 60ഉം അതിനു മുകളിലും വിദ്യാർത്ഥികളാണ് ഓരോ ക്ലാസ്സിലും പഠനം നടത്തുന്നത്. AEO നിയമിച്ച അധ്യാപകർ എത്തിയാൽ വിദ്യാർത്ഥികൾക്ക് അത് വലിയ ആശ്വാസമാകും. കുട്ടികളുടെ പഠനത്തിന് തടസ്സം വരാതിരിക്കാൻ കഴിഞ്ഞ വർഷം PTA ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചിരുന്നു. സർക്കാർ അവഗണന അവസാനിപ്പിച്ചാൽ കൂടുതൽ മികവോടെ മുന്നേറാൻ ഈ വിദ്യാലയത്തിന് സാധിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ല പനിച്ചു വിറക്കുന്നു. ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം. ചന്ദ്രഗിരി പുഴയുടെ കടവുകളിൽ മണലെടുക്കുന്നതിന് 3 വർഷത്തേക്ക് വിലക്ക്. തീരുമാനം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗത തടസ്സം. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കും. കന്നഡ വോട്ടർ പട്ടികയിൽ അപാകതയെന്ന് ആക്ഷേപം. BJP പ്രവർത്തകർ കലക്ടറെ ഉപരോധിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ മാലിന്യ കൂമ്പാരം. പൊറുതിമുട്ടി ജനം. മഞ്ചേശ്വരത്ത് സ്റ്റേഷനറി കടയിൽ പട്ടാപ്പകൽ കവർച്ച. 35,000 രൂപ നഷ്ടപ്പെട്ടു. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നതായി ആക്ഷേപം. KGMOയെ പ്രക്ഷോഭത്തിലേക്ക്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.